ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിഷൻ ബോർഡ് മേക്കിംഗ് ആണ്. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിൽ കയറി എൻ്റെ വിഷൻ ബോർഡിൽ എന്തൊക്കെ പിക്സ് വേണോ അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്ലോസി പേപ്പറിലാണ് ഈ കോപ്പിയെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മളെല്ലാം ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് എന്താന്നറിയില്ല, കഷ്ടപ്പാട് അത്ര കുഴപ്പമില്ല, കുറച്ച് രസമായിട്ട് തോന്നുന്നുണ്ടോ എന്നൊരു ഫീൽ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടാണെങ്കിലും ശരി, നമ്മുടെ പിക്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചു വെക്കാനായിട്ടൊരു ബോർഡ് വേണം. ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്നല്ലേ, നമ്മുടെ കേക്കില്ലേ അതിന്റെ ബേസ് ആണ് ഇത്. കുറച്ച് ആക്കി വറക്കാൻ പോയപ്പോൾ അതിന്റെ കൂടെ കിട്ടിയ റൈറ്റാണ്. എന്തെന്നായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. നിങ്ങളുടെ കയ്യിൽ ബോർഡ് മേടിക്കാൻ പറ്റുമെങ്കിൽ അത് മേടിക്കാം. തെർമോകോൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഒരു കാർഡ്ബോർഡിന്റെ പീസ് ആയാലും മതി. സോ എന്തുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ബോർഡ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടി ആരും ചെയ്യാണ്ടിരിക്കണ്ട. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടും പറയുന്നത്, നിങ്ങളും ഇത് ചെയ്തു നോക്കുക. ഒരു തവണയെങ്കിലും ഈ വിഷൻ ബോർഡ് എന്താന്ന് നമുക്കൊന്ന് നോക്കാം. വിഷൻ ബോർഡിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ ഗോളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാറ് മേടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു 1 മില്യൺ അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സോ ഇങ്ങനെയുള്ള നമ്മുടെ കുറേ ഗോൾസ് ഇല്ലേ, അതിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ വിഷൻ ബോർഡ്. ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണെന്നല്ലേ. നമ്മൾ ഈ സാധനം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യും. എന്നും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേരാപ്പര നടക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് എന്നും കാണുമ്പം ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഇതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യണം, ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ത്വര വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ തോന്നും, എന്നാ പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും ഒരു വിഷൻ ബോർഡ് റെഡിയാക്കിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ മതിയല്ലോ എന്ന്. ഇല്ല മോനെ, നമ്മൾ നന്നായിട്ട് അതിന് വേണ്ടി പണിയെടുക്കണം. പിന്നെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല കോട്ട്സ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ലൈക്ക് ഐ ആം കോൺഫിഡൻറ്റ് ആൻഡ് ഐ ലവ് ടു ട്രാവൽ, ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം റിച്ച് നൗ. ഇനിയിപ്പോൾ നമ്മൾ റിച്ച് അല്ലെങ്കിലും എഴുതിക്കോ, കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മളൊരു വിഷൻ ബോർഡ് റെഡിയാക്കി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമ്മുടെ മനസ്സിൽ നിന്നേ കളയേണ്ട ഒരൊറ്റ റൈറ്റാണ് നെഗറ്റിവിറ്റി. ഉദാഹരണത്തിന്, നമ്മൾ മേടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധനം നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ മേടിച്ചു. അപ്പോൾ കോമൺ ആണ്, ജലസ് ഉണ്ടാവും. ബട്ട് ഈ ജലസ് എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുക, ഇന്ന സാധനം കണ്ടപ്പോഴാണ് അവർക്ക് ഇഷ്ടമല്ലാണ്ടായത്, സോ ഇവൾക്കത് ഇഷ്ടമല്ലായിരിക്കും, സോ ഈ ഭാഗത്തേക്കേ അവളുടെ ചിന്ത കൊണ്ടുപോകണ്ട, ഇങ്ങനെ ചിന്തിക്കും. സോ നമ്മൾ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്ന നമ്മുടെ ബ്രെയിനെ നമ്മൾ തിരിച്ച് പറ്റിക്കാൻ പഠിപ്പിക്കണം. എങ്ങനെയെന്നല്ലേ, ലൈക്ക് നമ്മൾ ചിന്തിക്കണം, എന്ത് രസമാണ് അവൻ്റെ ആ കാറ് കാണാൻ, ഇതുപോലൊരു കാറ് വേണം എടുക്കാൻ, നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ കളർ കൊള്ളാം, അങ്ങനെയൊക്കെ വേണം നമ്മൾ ചിന്തിക്കണം. സോ ലൈക്ക് ദാറ്റ് എവറി ടൈം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. സോ ആ പോസിറ്റിവിറ്റിയിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഈ വിഷൻ ബോർഡും കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യാൻ തോന്നും. അങ്ങനെ പറഞ്ഞ് നമ്മുടെ വിഷൻ ബോർഡ് റെഡിയായി. ആദ്യം ഞാൻ ഇവിടെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചുമരുമേൽ തന്നെ ഇരിക്കാം. ഇതാകുമ്പോൾ സ്ട്രെയിറ്റ് ഞാൻ ഇരിക്കുന്നതിന്റെ മുകളിലാണ്, എനിക്കെന്നും കാണാൻ പറ്റും. സോ നിങ്ങൾ വിഷൻ ബോർഡ് റെഡിയാക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇല്ല നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടിട്ട് വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത ദിവസം നമുക്കത് കാണാൻ പറ്റും. സോ അങ്ങനെ വേണം നമ്മൾ വിഷൻ ബോർഡ് റെഡിയാക്കാൻ. അപ്പൊ ഇതുവരെയും വിഷൻ ബോർഡ് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി റെഡിയാക്കിക്കോ. സമയമൊന്നും എന്തായാലും കഴിഞ്ഞു പോയിട്ടില്ല. എന്താന്ന് വെച്ചാൽ എവറി മൊമെന്റ് ഈസ് എ ഫ്രഷ് ബിഗിനിങ് എന്നാണല്ലോ. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് subscribe. Bye.